ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മഹേഷ് ചന്ദ്രികയോട് പറയാണ്, ദേ നോക്ക് ചന്ദ്രികയെ, പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാം. ഇനി നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. മഹേഷ് അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി കതകടച്ചു കൊളുത്തിട്ടു. അതിനുശേഷം മലർ ചന്ദ്രികയോട് ചോദിക്കുകയാണ്, മഹേഷിനെ അമ്മ വിവാഹം കഴിക്കാൻ പോവുകയാണോ? അമ്മ അയാളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ അയാൾ സിദ്ധുവിനെ കൊന്നുകളയോ അമ്മേ? മലർ വീണ്ടും ചോദിക്കുകയാണ്, അമ്മ കാരണം സിദ്ധു സാറിന് ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും ഉണ്ടാവാൻ പാടില്ലടാ. അപ്പോൾ മഹേഷിനെ വിവാഹം കഴിക്കാൻ പോവുകയാണോ അമ്മ? ഇല്ലടാ, അതിനു മുമ്പ് ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മേഘയും ഫുഡ് കഴിക്കുകയാണ്. മുത്തശ്ശി ഓരോന്നും വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി മുകളിൽ നിന്നും താഴേക്ക് വരികയാണ്. ലക്ഷ്മി അധികം ഒരു വല്ലാതൊരു വിഷമത്തിലാണ് വരുന്നത്. താഴേക്ക് തല കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ച് ഇറങ്ങി വരികയാണ്. ഒരു രക്ഷയില്ല. ലക്ഷ്മി പിടിച്ച് പതിയെ ഇറങ്ങി എങ്ങനെയൊക്കെയോ താഴെ എത്തിയപ്പോഴേക്കും ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. താഴെ എത്തിയപ്പോഴേക്കും തല കറങ്ങി വീണ് കഴിഞ്ഞു. വീണത് കണ്ടപ്പോഴാണ് മുത്തശ്ശി അറിയുന്നത്. അപ്പോൾ മുത്തശ്ശി വിളിക്കുകയാണ്, അയ്യോ മോളെ, എന്ത് പറ്റി? അപ്പോഴേക്കും മേഘയും അമ്മേ എന്താ അമ്മേ കണ്ണു തുറക്കമ്മേ എന്ന് പറഞ്ഞ് അമ്മയുടെ തലയെടുത്ത് അവളുടെ മടിയിൽ വെക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശനും പറയാണ്, എന്താ മഹതി നോക്കി നിൽക്കുന്നത്? വെള്ളം എടുത്തിട്ട് മുഖത്ത് അടിക്കുക എന്ന് പറയാണ്. വെള്ളം എടുത്ത് മുത്തശ്ശൻ മുഖത്ത് തളിക്കുകയാണ്. മോളെ ലക്ഷ്മി കണ്ണു തുറക്ക മോളെ, അമ്മേ എഴുന്നേൽക്കമ്മേ കണ്ണു തുറക്ക്, ലക്ഷ്മി എന്ന് അവർ രണ്ടുപേരും വിളിക്കുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും. മേഘയും അതേപോലെ തന്നെ അമ്മേ കണ്ണു തുറക്കമ്മേ. അപ്പോഴേക്കും ജാനകിയും വീൽ ചെയറിൽ അവിടെ എത്തി. എന്നിട്ട് വിളിക്കുകയാണ്, ചേച്ചി എന്താ ചേച്ചി പറ്റിയേ? എന്താ പറ്റിയത് മോളെ? മുത്തശ്ശൻ ചോദിക്കുക. ഒന്നുമില്ല അമ്മാവ, ചെറുതായിട്ടൊരു തലകറക്കം. എന്തായി പറയുന്നേ? 2 ദിവസമൊക്കെ പട്ടിണി കിടന്നാൽ അത് ശരീരത്തിന് താങ്ങാൻ പറ്റുമോ? ചന്ദ്രികയും മലരും ഒരു കുഴപ്പമില്ലാതെ വന്ന് എത്തിക്കോളും. ആവശ്യമില്ലാതെ നീ സ്വയം ശിക്ഷിക്കാതിരിക്കുക. നീ പോയി ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്ക്. അമ്മാവ, ഞാൻ ദൈവത്തോട് നേർച്ച ചെയ്ത് വ്രതം ഇരിക്കുക. കേട്ട് മുത്തശ്ശി ഒന്ന് മൂളാണ്. അപ്പോൾ ലക്ഷ്മി വീണ്ടും പറയാണ്, അമ്മാവ, ഞാൻ ചന്ദ്രികയെയും മലരിനെയും കാണാതെ ഒരു പച്ചവെള്ളം പോലും കുടിക്കില്ല അമ്മാവ എന്ന് ഞാൻ നേർച്ച ചെയ്തിരിക്കുക. അവൾ വന്നതിന് ശേഷം അവളുടെ കൈകൊണ്ട് മാത്രമേ ഞാൻ കഴിക്കൂ. അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ്. അത് കേട്ട് മുത്തശ്ശൻ പറയാണ്, ചന്ദ്രികയ്ക്ക് വേണ്ടി നീ നേർച്ച ചെയ്ത് അവൾക്ക് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്. അതേസമയം അതുപോലെ വിഷമവുമുണ്ട്. ചന്ദ്രിക ഈ വീട്ടിലേക്ക് ജോലിക്ക് വന്നവളാ. പക്ഷേ അവളിപ്പോൾ ഈ വീട്ടിലെ നമ്മളുടെ ഒക്കെ ഒരു മകളായി. എല്ലാവരും ഓരോന്ന് ഇരുത്തിമൂളാണ്, ജാനകിയും മുത്തശ്ശിയൊക്കെ. അതിനുശേഷം മുത്തശ്ശൻ വേറെ പറയാണ്, നിന്റെ വ്രതം ഒരിക്കലും വെറുതെ ആവില്ല. തീർച്ചയായും ചന്ദ്രികയെയും മലരിനെയും ആ ദൈവം നമ്മുടെ മുമ്പിൽ തന്നെ കൊണ്ടുവന്നെത്തിക്കും. റൂമിൽ ചെന്ന് റെസ്റ്റ് എടുക്ക്. മേഘ, അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി മുറിയിൽ കിടത്ത്. ശരി മുത്തശ്ശ, വാ അമ്മേ. മുത്തശ്ശി പറയാ, സൂക്ഷിച്ച് പതുക്കെ കൊണ്ടുപോടും മേഘ. മുത്തശ്ശി അപ്പം മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ലക്ഷ്മി എന്തിനാ ചന്ദ്രികയും മലരും ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടി ഇങ്ങനെ വ്രതമൊക്കെ എടുക്കുന്നത്? ഒരുപക്ഷെ ചന്ദ്രികയാണ് അവളുടെ മകൾ എന്ന കാര്യം അവൾ അറിഞ്ഞിരിക്കുമോ? നടക്കുന്നതൊക്കെ കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. ഒരു ജോലിക്കാരിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഇങ്ങനെ വ്രതം ഇരിക്കുമോ? ശരി, എന്താ നടക്കുന്നതെന്ന് നോക്കാം. അതേസമയം മേഘ ചെറുതായിട്ട് നടത്തിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാൻ ലക്ഷ്മിയെ. ഇവിടെ മഹേഷും ദിലീപും വെള്ളടിക്കുക തുടങ്ങിയിരിക്കുകയാണ്. അതായത് ക്ലാസ്സിൽ വെച്ച് ചെസ് എന്ന് പറഞ്ഞ് മുട്ടിച്ച് 2 പേരും കുടി തുടങ്ങിയിരിക്കുകയാണ് എന്ന് മഹേഷ് പറയാണ്. ദിലീപ്, ഒരുപാട് നന്ദിയുണ്ട്. നീ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ വിചാരിച്ചതുപോലെ സാധിക്കില്ലായിരുന്നു. ചന്ദ്രികയെ ഇതുപോലെ കേരളത്തിൽ എവിടെ ഞാൻ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അവിടെ മഹേന്ദ്രനും സിദ്ധാർത്ഥും വന്ന് എന്തായാലും രക്ഷിക്കും. എന്നെ തല്ലിച്ചതച്ചിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോയേനെ. ഇതിപ്പോൾ എനിക്കൊരു സുരക്ഷിതമായ സ്ഥലമായിട്ട് തോന്നുന്നു. നീ എനിക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നു. ഇനി ഒരേ ഒരു സഹായം കൂടി ചെയ്തു തരണം. എന്താടാ വേണ്ടേ പറ. എനിക്ക് ഇവിടുത്തെ ആചാരപ്രകാരം ചന്ദ്രികയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അവൾ നിൻ്റെ ഭാര്യയല്ലേ, മലർ നിൻ്റെ മകളല്ലേ, പിന്നെ അതിനെ വീണ്ടും ഒരു വിവാഹം? അല്ല, ചന്ദ്രിക എന്നെ ഡിവോഴ്സ് ചെയ്തിരിക്കുക. ഇന്ത്യയിലെ നിയമമനുസരിച്ച് ചന്ദ്രികയും ഞാനും ഭാര്യയും ഭർത്താവും അല്ല. അത് മാത്രമല്ല, ആ ചന്ദ്രിക സിദ്ധാർത്ഥിനെ സ്നേഹിക്കുന്നു. അവനെ കല്യാണം കഴിക്കാനാണ് അവളുടെ ആഗ്രഹം.
അത് നടക്കാതിരിക്കണമെങ്കിൽ അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടി അവളെ എൻ്റെ ഭാര്യയാക്കണം. അത് കഴിഞ്ഞാൽ സിദ്ധാർത്ഥിന് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ടെൻഷൻ അടിക്കണ്ട, നിനക്ക് ചന്ദ്രികയെ കല്യാണം കഴിക്കാനുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. അതുകൂടാതെ എനിക്കിവിടെ ഒരു ജോലിയും വാങ്ങിത്തരണം. അതൊന്നും ഒരു പ്രശ്നമേ അല്ലടാ. ഞങ്ങളുടെ ഓണറോട് പറഞ്ഞ് നിനക്ക് ഇവിടെ തന്നെ ഒരു നല്ല ജോലി വാങ്ങിച്ചു തരാം. പിന്നെ ചന്ദ്രികയും മലരും അവിടെ സിദ്ധുവിനെ തന്നെ ഓർത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സിദ്ധുവും ഇവിടെ ചന്ദ്രികയെയും മലരനെയും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സിദ്ധു മോതിരമൊക്കെ കയ്യിൽ കിടക്കുന്ന മോതിരമൊക്കെ തൊട്ടിട്ട് നല്ലൊരു പാട്ടാണ് ഇപ്പോൾ ഉള്ളത്, ഒരു വിഷമത്തോടു കൂടിയിട്ടുള്ള പാട്ട്. സിദ്ധു വിഷമത്തോടെ ഓർക്കുകയാണ് സിദ്ധുവിൻ്റെ ബർത്ത്ഡേക്ക് കോലം വരയ്ക്കുന്നതിനിടയിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയതും നന്നായിട്ട് കോലം വരച്ചതും ഒക്കെ ചിന്തിക്കുകയാണ്. ഈ സമയത്ത് നല്ലൊരു പാട്ടാണ് അന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രികെ, നീ മഹേഷ് എന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാ നിൻ്റെ മനസ്സിലുള്ള സ്നേഹം മറച്ചു വെച്ചിട്ട് എന്നെ ഒഴിവാക്കി നിന്നെ സ്വീകരിക്കാം എന്ന് മഹേഷിനോട് പറഞ്ഞത്. പക്ഷേ ഈ മോതിരം കാണുമ്പോൾ നീ എന്നെ മറന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ മനസ്സിന്ന് നിന്നെയോ നിൻ്റെ മനസ്സിന്ന് എന്നെയോ ഒരിക്കലും മഹേഷിന് ഇല്ലാതാക്കാൻ പറ്റില്ല. സിദ്ധു കരഞ്ഞുകൊണ്ട് പറയാണ്. നീ സമാധാനമായിട്ടിരിക്കും ചന്ദ്രികെ. നിന്നെയും മലനെയും ആ മഹേഷിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ഞാൻ രക്ഷിക്കും. ചന്ദ്രിക അവിടെ ഇരുന്ന് സിദ്ധുവിനെക്കുറിച്ചും ചിന്തിക്കുകയാണ്. ചന്ദ്രിക ഓരോന്നും ചിന്തിച്ചു കൂട്ടുകയാണ്. മലർ അടുത്ത് കിടന്ന് ഉറങ്ങിയാണ്. അപ്പോൾ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് എണീറ്റ് പറയാണ്. അമ്മേ അമ്മേ, എന്താടാ? ബാത്റൂമിൽ പോകണം അമ്മേ. ശരി അമ്മ നോക്കട്ടെ. ചന്ദ്രിക വാതിലിന് മുട്ടിയിട്ട് ചോദിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്ന് വാതിൽ തുറക്കുമോ? അവർ രണ്ടുപേരും വെള്ളടിയിൽ ഏർപ്പെട്ടാണ് ഉള്ളത്. മലറിന് ബാത്റൂമിൽ പോകണമെന്നു. മഹേഷേ, ചന്ദ്രിക വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താ വേണ്ടതെന്ന് ചോദിക്കും. ഓ ശരി, ഞാൻ പോയി നോക്കാം. മഹേഷ് വന്ന് ചോദിക്കുകയാണ്. എന്താ? മലറിനെ ബാത്റൂമിൽ പോകണമെന്ന്. കതകൊന്ന് തുറക്കുമോ? ശരി, ഇപ്പോൾ തുറക്കാം. അവൻ കതക് തുറന്നു കൊടുത്ത് പോവാണ്. ശരി, വാടാ. അല്ലേ, എന്താ ഇവിടെയാ ബാത്റൂം. പിന്നെ ഇതുവഴി അങ്ങോട്ട് പോയാൽ അവിടെ ബാത്റൂമുണ്ട്. പോയിട്ട് വാ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും എന്താ ഡ്രസ്സ് മാറാത്തത്? മുറിക്കകത്ത് ഡ്രസ്സ് കൊണ്ട് വച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് മാറ്. ചന്ദ്രികെ, ദേ നോക്ക്, ഇനി 2 ദിവസത്തിനുള്ളിൽ നിൻ്റെയും എൻ്റെയും കല്യാണമാണ്. എല്ലാ ഏർപ്പാടുകളും എൻ്റെ ഫ്രണ്ടാ ചെയ്യുന്നത്. കല്യാണം കഴിയുന്നത് വരെ ആ സിദ്ധാർത്ഥ് എൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവും. ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ആ സിദ്ധാർത്ഥിനെ എന്നേക്കുമായി നിനക്ക് നഷ്ടമാവും. മനസ്സിലായോ നിനക്ക്? ചന്ദ്രികയെ പിന്നെ മുറിയിലാക്കി മഹേഷ് പുറത്തു നിന്നും പൂട്ടി. ദിലീപും മഹേഷും പിന്നെ നന്നായിട്ട് ഒഴിച്ചു കുടിക്കുകയാണ്. മഹേഷ് വെള്ളടിച്ച് ഏകദേശം മഹേഷ് സൈഡായി. ആ സമയത്ത് ദിലീപ് വിളിക്കുകയാണ്. മഹേഷേ, എടാ മഹേഷേ എന്ന് വിളിക്കുകയാണ്. അപ്പം മഹേഷ് തീരെ ബോധമില്ല. ആ സമയത്ത് ദിലീപ് ചിന്തിക്കുകയാണ് ചന്ദ്രികയെക്കുറിച്ച്. ദിലീപ് പോയി ചന്ദ്രികയുടെ മുറിയുടെ കതക് മെല്ലെ തുറക്കുകയാണ്. അതേസമയം ചന്ദ്രികയും മലരും നല്ല ഉറക്കത്തിലേക്ക് പോയിരിക്കുകയാണ്. ദിലീപ് പിന്നെ മഹേഷിനെ ഒന്നുകൂടി നോക്കി. മഹേഷ് തീരെ ബോധമില്ലാത്ത നിലയിലായിരിക്കുകയാണ്. അപ്പോൾ ദിലീപ് മെല്ലെ എന്തോണെടുത്ത് ചന്ദ്രികയുടെ മുറിയുടെ കതക് തുറന്ന് ചന്ദ്രികയുടെ മുറിയിൽ കയറി കതകടക്കുകയാണ്. ദിലീപ് പതിയെ പോയി ചന്ദ്രികയുടെ ദേഹത്ത് കൈവയ്ക്കുകയാണ്. അപ്പോൾ ദേഹത്ത് കൈവച്ചപ്പോൾ തന്നെ ചന്ദ്രികയുടെ ഉറക്കം തെളിഞ്ഞു. ചന്ദ്രിക ഞെട്ടി എണീറ്റ് ദേഷ്യത്തോടെ നോക്കുകയാണ്. ദിലീപും വല്ലാതായി ബാക്കോട്ടേക്ക് അടിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് ദിലീപ് ചന്ദ്രികയോട് പറയാണ്. നിനക്ക് മഹേഷിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും മഹേഷ് നിന്നെ വിടാൻ പോകുന്നില്ല. അതുകൊണ്ട് മഹേഷിനെ നീ കല്യാണം കഴിച്ചോ. നിനക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ശരിക്ക് പറഞ്ഞാൽ നീ ഭയങ്കര സുന്ദരിയാ. ചന്ദ്രിക പെട്ടെന്ന് സർവ്വശക്തിയെടുത്ത് ദിലീപിൻ്റെ ചെകിട്ടത്തൊന്ന് കൊടുത്തു. ഇനി ഇതിൻ്റെ ബാക്കി നാളെ കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്ന സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിച്ച് വീഡിയോ കാണുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.